എൻ്റെ ഖൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരൻ മുല്ല മുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ. അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ, സുൽത്താൻ്റെ ചേലുകാരാ. ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഒരു സർക്കാർ LP സ്കൂളിൻ്റെ മുറ്റത്താണ് നമ്മളുള്ളത്. കണ്ണൂർ താണ ആനയിടക്ക് GLP സ്കൂൾ. ആകെ ഇടുങ്ങിയ ഒരു സ്കൂളായിരുന്നു ഇത്. ഇന്നത് പഴങ്കഥയാണ്. അതിനു പിന്നിൽ ഒരു ശക്തമായ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമുണ്ട്. ഒരു വനിതാ നേതാവിൻ്റെ കരങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലാസ് റൂം തീരെ പ്രതീക്ഷിച്ചില്ല. ഇത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ടു ഷമ. ഇതിൻ്റെ ആർക്കിടെക്റ്റും അവർ പറഞ്ഞു. ശരിക്കും ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഒരിക്കലും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നത്, ഒരു പ്രൈവറ്റ് സ്കൂളിൽ പോലും പലപ്പോഴും ഇങ്ങനെയല്ല. സോ ഇതൊരു മാതൃകയായി വരട്ടെ, പല സ്കൂളുകൾക്കും ഇതൊരു മാതൃകയാവട്ടെ. നമുക്ക് കിട്ടാത്തൊരു ഭാഗ്യം ഈ മക്കൾക്കല്ലേ? തീർച്ചയായിട്ടും എന്തോ ഭാഗ്യം ചെയ്ത പിള്ളേരാണ്. എന്തായാലും സന്തോഷം. ഒരു സർക്കാർ സ്കൂളൊക്കെ ഇങ്ങനെ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇത് ഞാൻ അതാ പറഞ്ഞ്, ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ, ഇത് എല്ലാവരും അറിയട്ടെ, പലവർക്കും ഇതൊരു പ്രചോദനമാവട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ആനയിടക്ക് GUP സ്കൂളിൻ്റെ പുതിയ കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്? അത് സോയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സൺ ഡോക്ടർ ഷമ മുഹമ്മദ് നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ ഷമ നമ്മളോട് കാര്യങ്ങൾ പറയും. ഷമ മുഹമ്മദ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. താങ്കളൊരു ജനപ്രതിനിധി പോലുമല്ല, എന്നിട്ടും നമ്മുടെ നാട്ടിലെ ഒരു സർക്കാർ വിദ്യാലയത്തെ ഇതുപോലെ മാറ്റിയെടുക്കണം എന്ന് താങ്കളുടെ മനസ്സിൽ ഒരു ചിന്ത ഉണർന്നല്ലോ. അതിന് ഈ നാടിൻ്റെ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ നേരുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നത്? എങ്ങനെയാണ് ഈ സ്കൂൾ ഉണ്ടായിരുന്നത്? സ്കൂൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൗൺസിലർ ഷബീന ടീച്ചർ, ഇവിടുത്തെ അന്നേത്തെ വിജീഷ് മാഷ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റർ, അവരെല്ലാം വന്ന് എന്നോട് പറഞ്ഞു നമുക്കൊരു ബിൽഡിംഗ് വേണ്ട, ആദ്യം റെനോവേഷനാണ് പറഞ്ഞത്, ബാക്കിലത്തെ ആ ബിൽഡിംഗ്. പക്ഷേ അത് നമ്മൾ ആർക്കിടെക്ചർ കണ്ടിട്ട് പറഞ്ഞു റെനോവേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഒരു പുതിയ ബിൽഡിങ്ങിൽ എനിക്ക് ഫണ്ട് നോക്കട്ടെ, ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടായി. ഞാൻ സ്വപ്നത്തിലും കൂടി വിചാരിക്കാത്തൊരു കാര്യം, ഒരു പുതിയ ബിൽഡിംഗ് ഫണ്ട് കുറച്ച് കൂടുതലാണ്, റെനോവേഷൻ കുറവല്ലേ. പക്ഷേ എനിക്ക് പൻഷീൽ ഡെവലപ്പേഴ്സ്, പൻഷീൽ ഫൗണ്ടേഷൻ പൂനെന്ന് അവരാണ് ഫണ്ട് തന്നത്. അവർക്ക് ഒരു ഇതുമില്ല. പക്ഷെ അവരുടെ ഓണറിൻ്റെ ഒരു എൻ്റെ മുകളിലൊരു വിശ്വാസമുണ്ട്, ക്ഷമയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും, ക്ഷമ ഈ പൈസ ഈ സ്കൂളിൽ തന്നെ ഇടുമെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ സഹായിച്ചതും. ഈ ഫൗണ്ടേഷൻ CSR ഫണ്ട് കിട്ടി. CSR ഫണ്ട് കിട്ടിയതിന് എനിക്കൊരു നല്ല ആർക്കിടെക്റ്റിനെയും കിട്ടി, മുഹമ്മദ് കെയും. എൻ്റെ തോട്ട് പ്രോസസ്സ് നമുക്ക് ആ എലിഗൻറ്റ് ലുക്കായിട്ട് വരണം, ടിപ്പിക്കൽ കളർഫുള്ളൊന്നും നമുക്കങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഒക്കെ ഉണ്ടായി. പിന്നെ ഏറ്റവും വലിയ എൻ്റെ മനസ്സിലുള്ള എൻ്റെ കുട്ടികൾക്ക് നല്ല സ്കൂളിൽ പോകാൻ പറ്റും. എന്തുകൊണ്ട്? സാമർത്ഥ്യമായിട്ട് എനിക്ക് സാമർത്ഥ്യ ശേഷിയുള്ളതുകൊണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം അതില്ലാത്തവർക്കും ആ സ്കൂൾ നമ്മൾ കൊടുക്കില്ല. ഞാൻ കുവൈത്തിലാണ് വളർന്നത്. കുവൈത്തിൽ ഒരു ഗവൺമെൻറ് സ്കൂൾ അവിടെ
ഇതുപോലെയാണ്. സർക്കാർ സ്കൂൾ കുവൈറ്റിൽ ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ US പോയാലും UK പോയാലും സർക്കാർ സ്കൂൾ നല്ലതാണ്, പ്രൈവറ്റ് സ്കൂൾ പോലെ. അപ്പോൾ എന്തുകൊണ്ട് കേരളയിൽ വിദ്യാഭ്യാസം 96% ഉള്ളൊരു സംസ്ഥാനത്ത് നമുക്കത് ചെയ്യാൻ പറ്റില്ല? ഞാൻ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊരു തുടക്കമാണ്. ഇത് സർക്കാരിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് പോകാൻ പറ്റും, പക്ഷേ ആ സാമർത്ഥ്യം ഇല്ലാത്ത കുട്ടികൾക്കും അങ്ങനത്തെ നല്ല സ്കൂളിൽ പോകണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു തുടക്കമാണ്. ഇനി സർക്കാർ സ്കൂളിൽ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ആയിരിക്കണം. സ്കൂളൊന്ന് കാണാം. അപ്പോൾ സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആനിയിടുക്ക് GUP സ്കൂൾ ഏതൊക്കെ രീതിയിലാണ് അത് പുനർനിർമ്മിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഈ സ്കൂൾ ക്ലാസ് മുറി, നമുക്ക് ഈ ക്ലാസ് മുറി കാണാം. വളരെ മനോഹരമായ ഒരു ക്ലാസ് മുറി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഡോക്ടർ ഷമ മുഹമ്മദ്, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ, അതായത് LP സ്കൂളിലെ കുട്ടികളാണ്, അവർക്ക് ഇത്തരത്തിൽ ഉള്ള ഒരു ക്ലാസ് മുറി ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവുമല്ലോ. അതെ, ബിക്കോസ് ഞങ്ങൾ വിചാരിക്കുന്നത് വെറും UP സ്കൂളിനാണ് കൊടുക്കാൻ പാടില്ല. LP സ്കൂളാണ് നമ്മളെ ആ മുന്നോട്ട് പോകുന്ന ഭവിഷ്യത്തിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് LPയാണ്. ചെറിയ കുട്ടികൾ അവിടെ തന്നെ അവർക്ക് വൃത്തിയുള്ള ക്ലാസ് റൂം, ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന വൃത്തിയുള്ള ബാത്റൂം, നമുക്ക് നീറ്റായിട്ടുള്ള ക്ലാസ് റൂം, ഇങ്ങനെയാണ് ക്ലാസ് റൂം വേണ്ടത്. പിന്നെ ഒരു വൈറ്റ് കളർ വാൾ ഉണ്ടാകുമ്പോൾ, മതിലുണ്ടാകുമ്പോൾ പോസിറ്റീവ് എനർജി. അത് അവർ പറയണം, അച്ഛ, അമ്മ, ഉമ്മ, ഉപ്പ, എനിക്ക് സ്കൂളിൽ നിന്ന് പോകണം, എനിക്കെൻ്റെ സ്കൂൾ ഇഷ്ടമാണ്. അതായിരിക്കും രാവിലെ എണീച്ചിട്ട് സ്കൂളിൽ പോകാൻ അവർക്കൊരു ഇൻട്രസ്റ്റ് വേണം. അതാണ് ഈ ക്ലാസ് റൂം കൊടുക്കുന്നത് അവർക്ക്. ഫാൻ ഇതൊക്കെ യെസ്, 4 ഫാൻ ഉണ്ട്. ചൂടത്ത് എന്തിനാ ഈ കുട്ടികൾ ഇതാണ്ട്, നല്ല ചൂടല്ലേ കേരളത്തിൽ, അതുകൊണ്ട് നമ്മൾ വെന്റിലേഷനും കൊടുത്തിരിക്കുന്നത്. അത് ക്രോസ് വെന്റിലേഷനും പിന്നെ വലിയ ജനങ്ങൾ, നല്ല ലൈറ്റ് വരണം ഒരു ക്ലാസ് റൂമിൻ്റെ അകത്ത്, അത് നിർബന്ധമാണ്. പോസിറ്റീവ് എനർജി. സ്കൂളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിനിമാ താരം നരേനാണ്. നരേനെ എങ്ങനെയാണ് നമുക്ക് ഈ സ്കൂളിലേക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം, ഒരു ആക്ടറോ നടനോ ഒരു സ്ഥലത്ത് വരുമ്പം ഒന്നിക്ക് അവർക്ക് ഷൂട്ടിംഗ് ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഞങ്ങൾ പൈസ കൊടുക്കണം. പക്ഷേ നരേൻ ഇതൊന്നും ഇല്ലാണ്ട് വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. ഷിമിൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹമാണ് എന്നെ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നരേൻ. പിന്നെ നരേന് ഇങ്ങനത്തെ കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു നടനാണ്. എങ്ങനെയാണ് ഞങ്ങൾ സർക്കാർ സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെയാണ് പാവപ്പെട്ട കുടുംബത്തിന് നമുക്ക് സഹായിക്കാൻ പറ്റുന്നത്. സോ ഹി ബിലീവ്സ് ഇൻ ദിസ് കോസ് ആൻഡ് ദാറ്റ് ഈസ് വൈ ഹി ഹാസ് കം. നരനെ നമ്മൾ ഇവിടെ കണ്ടപ്പോൾ ഒരു സിനിമാ താരമേ അല്ല, ഭയങ്കര ഡൗൺ ടു എർത്താണ്, സിമ്പിളാണ്. അതല്ലേ വേണ്ടത്. ജനങ്ങളൊക്കെ ഒരു നടനാകുമ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ റോളും അഭിനയിക്കാൻ പറ്റുന്നത്. ബിക്കോസ് അത്രക്കും സിമ്പിൾ ബൈ ഹാർട്ടാണ് നരേൻ. ഒരു നടനെയല്ല, നട്യങ്ങളേ ഇല്ല, നട്ടില്ല, പക്ഷെ നടനാണ്, നല്ല നടനാണ്. ഈക്വലി ഞാൻ കണ്ടു, ക്ലാസ്മേറ്റ്സ് കണ്ടു, എക്സലന്റ് ആക്ടിങ്. ഇനി നരേനോട് എന്താ പറയാനുള്ളത്? ശരിക്കും ഷമ മുഹമ്മദിന് നരേനോട് എന്താ? നരേനോട് പറയാനുള്ളത്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഫോർ ദിസ് പ്രോഗ്രാം. വളരെ നന്ദി. ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാൻ ഒരു നടനെ കിട്ടും. ബിക്കോസ് എന്നോട് എല്ലാവരും പറഞ്ഞു അത് അസാധ്യമാണ്, നടന്മാർ വരില്ല. അവർ കൊച്ചിയിലുണ്ടെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടാവണം, അല്ലെങ്കിൽ അവർ വരില്ല, അല്ലെങ്കിൽ അവർക്ക് കുറേ കാശ് കൊടുക്കണം. പക്ഷേ ഈ നടൻ ഇതിന് മാത്രം, ഈ സ്കൂൾ ഉദ്ഘാടനത്തിന് മാത്രം ഒന്നും എടുക്കാണ്ടാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ എൻ്റെ ഹൃദയപൂർവ്വ നന്ദി. നരേൻ, താങ്കളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും 100 നാക്കാണ്. കാരണം ഇവിടെ വന്നപ്പോൾ വലിയ രീതിയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നരനെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഷമ മുഹമ്മദ് ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ, ഈ സ്കൂളിൻ്റെ അന്തരീക്ഷം കണ്ടപ്പോൾ ഒരിക്കൽ കൂടി താങ്കൾക്ക് എന്താ പറയുക? ഇതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഷമ മുഹമ്മദ് ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു മാതൃകയാണ്. അത് ഗവൺമെൻറ് സ്കൂളുകളൊക്കെ എങ്ങനെ, ഇത് ആക്ച്വലി ഇവിടുത്തെ ക്ലാസ് റൂംസും ബാത്റൂംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്കൂൾസിനെക്കാട്ടിലും, പല പ്രൈവറ്റ് സ്കൂൾസിനെക്കാട്ടിലും മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇന്ത്യ മൊത്തം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് പോയി. സോ ഇതൊരു പലവർക്കും ഒരു മാതൃകയാവട്ടെ.
എനിക്കൊരു ഇൻസ്പിറേഷനാണിത്. സോ ഇത്തരം പ്രവർത്തനങ്ങൾ വീണ്ടും ക്ഷമയ്ക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. ഇതൊരു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമാവാൻ എന്നെ ക്ഷണിച്ചതിന് സന്തോഷം. താങ്ക് യു. സിനിമയുടെ കാര്യങ്ങളോ എങ്ങനെയാണ് പുതിയ കാര്യങ്ങളൊക്കെ? സിനിമയിൽ ഞാനിപ്പോൾ ഒരു തമിഴ് സിനിമ കഴിഞ്ഞു. 1-2 തമിഴ് സിനിമകൾ റിലീസിന് വെയിറ്റിംഗ് ആണ്. ആത്മ എന്ന് പറഞ്ഞൊരു സിനിമ, പിന്നെ ജനനായകൻ്റെ മിഷ്കിൻ്റെ ട്രെയിൻ എന്ന് പറഞ്ഞൊരു സിനിമ, പിന്നെ മലയാളത്തിൽ ഞാൻ 1-2 പടങ്ങൾ തുടങ്ങണു. മിക്കവാറും ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തൊരു സിനിമ ഈ വർഷം ഉണ്ടാകും. എല്ലാം കൂടെ തിരക്കിലാണ്. പക്ഷേ ഈ ഒരു നാടിൻ്റെ കാര്യത്തിൽ ഒപ്പം ചേർന്നു. നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ടും, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്താണ് ഷിമിലിൻ്റെ ഫ്രണ്ടാണ് ഷെമ. സോ അത് നല്ലൊരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ വന്നു എന്നുള്ളതാണ് എന്തായാലും സന്തോഷം. എന്തായാലും നരനെ പോലുള്ള ഒരു നടൻ ഇത്തരത്തിലൊരു സാധാരണ സ്കൂളിൽ വന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നൊക്കെ പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഡോക്ടർ ഷമ മുഹമ്മദിനെ നമുക്ക് ഈ ഘട്ടത്തിൽ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം ഒരു സാധാരണ സർക്കാർ വിദ്യാലയത്തെ അവർ ദത്തെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതിമനോഹരമായാണ് ഈ വിദ്യാലയം ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൻ്റെ കെട്ടിടം പണിയും എല്ലാം സ്വയ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപിക അല്ലേ, പേര് പ്രേമജ ടീച്ചർ മനോഹരമായി പാടി. ആ ഒരു പാട്ടൊന്നുകൂടി നമുക്ക് വേണ്ടി. എൻ്റെ ഖൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ല മുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താൻ്റെ ചേലുകാരാ. പ്രേമജ ടീച്ചറാണ് ഈ വിദ്യാലയത്തിൻ്റെ HM ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അധ്യാപികയുള്ള ഒരു വിദ്യാലയം ഏത് രീതിയിലായിരിക്കും ഈ കുട്ടികളുടെ ഒരു പവർ എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ മനോഹരമായ ഒരു കെട്ടിടത്തിലേക്ക് മാറുകയാണ് നിങ്ങൾ. ഒരു ഇടുങ്ങിയ രീതിയിൽ നിന്നും വലിയ വിശാലമായ ഒരു ലോകത്തേക്ക് വരികയാണ്. ഏത് രീതിയിലായിരിക്കും ഈ മാറ്റം ഇനി തുടർന്ന് അങ്ങോട്ട്? വളരെ സന്തോഷമുണ്ട്. കാരണം 3 ക്ലാസ്സുകൾ വളരെ ചെറിയൊരു സ്ഥലത്താണ് ഇതുവരെ പ്രവർത്തിച്ചു വരുന്നത്. മഴയുണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ കറണ്ട് പോയാൽ ആ ഒരു കെട്ടിടത്തിൽ ക്ലാസ് എടുക്കുക വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. അപ്പോൾ കുട്ടികളും അധ്യാപകരും ഒരുപോലെ വിഷമിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ ഞാൻ ഏറ്റവും വലിയ പ്രത്യേകതയെ കാണുന്നത് നല്ല വെളിച്ചമാണ്. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് പറഞ്ഞതുപോലെ അത്രയും നല്ല വെളിച്ചമുള്ള വളരെ മനോഹരമായ ഫർണിച്ചറുകൾ കൂടിയുള്ള നല്ലൊരു ക്ലാസ് മുറിയിലേക്ക് ഞങ്ങളുടെ കുട്ടികൾ മാറുകയാണ്. അപ്പോൾ ഈ നാടിൻ്റെ വിദ്യാലയമാണിത്. ഞങ്ങളുടെ കുട്ടികളുടെ ടീച്ചറുടെ അപ്പുറം ഇതൊരു നാടിൻ്റെ വിദ്യാലയമാണ്. അപ്പോൾ ഇനിയും മേൽക്കുമേൽ ഉയർച്ച ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എന്തായാലും ഒരു വെളിച്ചമായി, ഈ നാടിൻ്റെ വെളിച്ചമായി ഈ വിദ്യാലയം മാറും. തീർച്ചയായും വിദ്യാലയം എന്ന് പറയുന്നത് നാടിൻ്റെ വെളിച്ചമാണ്. വെളിച്ചത്തിലേക്ക് നാടിനെ നയിക്കുന്ന ചക്രങ്ങളാണ് ഓരോ വിദ്യാലയങ്ങളും. നരനെ കണ്ടപ്പോഴെന്ന് തോന്നുന്നു ഒരു സ്വപ്നം പോലെ തോന്നി. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടനാണ്. തീർച്ചയായും അച്ചുവിൻ്റെ അമ്മയിലെ ഇജോ ഒക്കെ ഞങ്ങളെ ഒരുപാട് ആ ഒരു കുറച്ച് മുന്നേ കണ്ടതാണ്. ആ ഒരു പ്രായത്തിലൊക്കെ വലിയൊരു ആരാധന തോന്നിയ ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ വലിയൊരു നരൻ്റെ ഒപ്പം ആ നരൻ അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ട് ചേർന്ന് പാടാൻ പറ്റി. ഒരു ഭാഗ്യം കിട്ടി. അത് വലിയൊരു സന്തോഷമായി. ഞാൻ ശരിക്കും ഒരു വലിയ സ്വപ്നം എന്നാണ് പറയുന്നത്. സന്തോഷം എന്നല്ല, സ്വപ്നം എന്നാണ് അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. പാട്ട് പാടാറുണ്ടായിരുന്നോ മുമ്പ്? ഞാൻ കവിത ചൊല്ലാറുണ്ട്, എഴുതാറുണ്ട്. എൻ്റെ ഒരു പാഠഭാഗം ഇപ്പോൾ കേരളത്തിലെ എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ട്. അതായത് 4ാം ക്ലാസ്സിൽ ഞാൻ എഴുതിയ പാഠം ഞാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഇപ്രാവശ്യത്തെ മാറിയ 4ാം തരം പാഠപുസ്തകത്തിൽ എൻ്റെ ഒരു കഥ കുട്ടിയുടെ പുഴ എന്ന പാഠഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ കുട്ടികളും അത് പഠിക്കുന്നുള്ള സന്തോഷവും കൂടിയുണ്ട്. ഞാനൊരു എഴുത്തുകാരിയാണ്. എന്തായാലും നമ്മുടെ പ്രേമജ ടീച്ചർ നരേൻ്റെ പാട്ട് പാടിക്കൊണ്ടാണ് അവരെ സ്വാഗതം ചെയ്തത്. റിഷാം താണയുണ്ട്. ഈ റിഷാമിൻ്റെ ഡിവിഷനിലാണ് ഈ വിദ്യാലയം നിൽക്കുന്നത്. റിഷാം ഒരു വലിയ മാറ്റത്തിലേക്കാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു സർക്കാർ വിദ്യാലയത്തെ ദത്തെടുത്തുകൊണ്ട് ആ ഒരു കെട്ടിടം നിർമ്മിച്ച് നൽകും. ഒരു മാതൃകയല്ലേ ഇത്? തീർച്ചയായും വലിയൊരു മാതൃകയാണ്. ആധുനിക രീതിയിലുള്ള കുട്ടികൾക്ക് പഠനത്തിന് സൗകര്യമൊരുക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. സ്വയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സൺ ഷമ മുഹമ്മദിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇന്നത്തെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇവിടെയുള്ള ടോയ്ലറ്റുകൾ, ക്ലാസ് റൂമുകൾ, മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി മുഹമ്മദിൻ്റെ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പുതിയ കൗൺസിലർ എന്ന നിലയിലും എൻ്റെ വീടിനോട് ചേർന്ന സ്കൂളാണ് ഞാനടക്കം പഠിച്ച 1930 കെട്ടിടമാണ് അവിടെയുള്ളത്. അതിനുശേഷം 2003 ഒരു ബിൽഡിംഗ് വന്നു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇപ്പോൾ CSR ഫണ്ടിലൂടെ ഷമാ മുഹമ്മദ് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്.
തീർച്ചയായും ഇനിയും നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും എന്ന് തീർച്ചയായും ഉറപ്പാണ്. എന്തായാലും ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷമ മുഹമ്മദ് ഒരു ജനപ്രതിനിധിയല്ല, എന്നിട്ടുകൂടി CSR ഫണ്ടുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്യാലയം ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. നമ്മുടെ മുൻ മേയർ മുസ്ലിം മഠത്തിൽ ഇതിനുവേണ്ടി ഏറെ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ഷമ മുഹമ്മദ് അതിനുള്ള ഇടപെടൽ ഏത് രീതിയിൽ ഒക്കെ നടത്തി എന്ന കാര്യം മുസ്ലിം മഠത്തിൽ മുൻ മേയർ കൂടി നമ്മളോട് പറയും. പിന്നെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിൽഡിങ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് ലീഗൽ വശങ്ങളുണ്ട്. ഈ ബിൽഡിങ്ങിനെ ഇതിന് പെർമിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ സർക്കാരിൻ്റെ സ്ഥലമായതുകൊണ്ട് തന്നെ രേഖകളൊന്നും ഇല്ല എന്നുള്ളത്. സർക്കാരിൻ്റെതാണ്, സർക്കാർ കോർപ്പറേഷന് വിട്ടതെന്നാണ്, പക്ഷേ രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പെർമിഷനുമായി ബന്ധപ്പെട്ട് അത്തരം രേഖകൾ തയ്യാറാക്കുമ്പോൾ പിന്നെ ഷമയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അടങ്കൽ തയ്യാറാക്കി ആ അടങ്കൽ ഫയലാക്കിക്കൊണ്ടാണ് ഈ സ്കൂള് ബിൽഡിങ്ങിന് തന്നെ പെർമിഷനാക്കാൻ സാധിച്ചത്. അതിനൊരുപാട് ഇടപെടൽ ഷമ മുഹമ്മദ് നടത്തിയിട്ടുണ്ട്. അതുപോലെ കോൺട്രാക്ടർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ വാർഡ് കൗൺസിലർ എന്ന നേരത്തെ ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചർ, പിന്നീട് വന്ന റിഷാമൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഈ ഇത് പൂർത്തീകരിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചത്. ഏതായാലും ഇത്തരം ഗവൺമെൻറ് സ്കൂളുകൾ അത് പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ സർക്കാർ ചെയ്യേണ്ട പ്രവൃത്തികളാണ് ഇവിടെ ഒരു വ്യക്തി ഇവിടെ ഇത്തരം പൊതുനന്മ ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത്. തീർച്ചയായും അഭിനന്ദിക്കപ്പെടേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു ജനപ്രതിനിധി അല്ല ഷമ മുഹമ്മദ് എന്നതുകൂടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഷമ മുഹമ്മദ് ഒരു ജനപ്രതിനിധി പോലുമല്ല എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ആഗ്രഹിക്കാതെ കണ്ടാണ് ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത്. തീർച്ചയായും ഒരു ജനപ്രതിനിധിയായി ഭാവിയിൽ വരേണ്ട ആൾ തന്നെയാണ്. ഇത്തരം ആളുകൾ ഒരു ജനപ്രതിനിധിയായി വന്നാൽ ഈ സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അതുണ്ടാവട്ടെ എന്ന് ആശംസിക്കാനും ഈ അവസരം വിനിയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ ബാത്റൂം. നമ്മൾ വിദ്യാലയങ്ങളിലൊക്കെ എത്തിയാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ശുചിമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുട്ടികൾക്ക് വൃത്തിയുള്ള ഒരു ശുചിമുറി ഇല്ലാത്ത ഒരു പ്രശ്നം പല വിദ്യാലയങ്ങളിലും ഉണ്ട്. അത്തരം പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. വളരെ മനോഹരമായി തന്നെ ഇതിൻ്റെ ശുചിമുറിയും തയ്യാറാക്കിയിട്ടുണ്ട്. മനസ്സുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആനിയിടുക്ക് ഗവൺമെൻറ് LP സ്കൂൾ. സോയ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ മനോഹരമായ കെട്ടിടം ഈ വിദ്യാലയത്തിനായി സമർപ്പിച്ചത്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ പ്രവർത്തനത്തെ. ഇതുപോലുള്ള മാതൃകകൾ സമൂഹം പിന്തുടരട്ടെ എന്ന ആശംസകളോടെ ആനിയിടുക്ക് ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.